വെള്ളപ്പൊക്കം മറന്നില്ലേ നമ്മൾ? അപ്പോൾ ഐക്യം മറന്നില്ലേ നമ്മൾ? മഹാപ്രളയങ്ങൾ പോലും കാലത്തിന്റെ ഒഴുക്കിൽ നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ ഒരു പാൽച്ചിരി കണ്ടാൽ മൃതിയെ മറക്കും, താരയുണർന്നാൽ രാവു മറക്ക് സുഖിച്ചേ പോവും പാവം മാനവ ഹൃദയം എന്നല്ലേ? നമസ്കാരം. നമ്മുടെ യാത്ര ഇന്ന് സഞ്ചരിച്ചെത്തിയത് ബ്ലാത്തൂരിനടുത്തുള്ള മഞ്ഞാങ്കിരി നിലാണ്. അവിടെ ഞങ്ങളുടെ നാടക കുലപതി, നാടകത്തിന്റെ രചയിതാവ്, അവാർഡ് ജേതാവ്, ഗാനരചയിതാവ്, അദ്ദേഹത്തെ നമുക്ക് ഇത്ര നേരം കിട്ടിയിട്ടിട്ട് അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ജയൻ തിരുമന. നമസ്കാരം ജയേട്ടാ. നമസ്കാരം. നമസ്കാരം. പതിവ് പല്ലവികൾ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഏകദേശം നാടകം എത്ര വർഷത്തോളമായി നാടക മേഖലയിൽ? ഒരു 35 വർഷം പ്രൊഫഷണൽ ആയിട്ടായി. ഒരു 5 വർഷമൊക്കെ അതിന്റെ അമേച്ചറും കാര്യങ്ങളും. 40 വർഷം നാടകം കഴിഞ്ഞപ്പോ സിനിമയും അല്ലെ? 10-15ഓളം സിനിമകളുടെ പിന്നണിയിലും. ഒരു 10ഓളം സിനിമകളുടെ പിന്നണിയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ വേണ്ടത്ര വിജയമല്ലത്. എന്തുകൊണ്ടാച്ചാ നാടകത്തെ കൂടുതൽ സ്നേഹിച്ചു. അതെ 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 അല്ലെ? അതെ അതെ. നാടകത്തിൽ നിന്ന് വേദികളിൽ കൃത്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ളത് പറയാൻ കുറച്ചുകൂടി എനിക്ക് സന്തോഷം നാടകമാണ്. മറ്റതും കിട്ടാത്ത മുന്തിരി വിളിക്കുന്നു പറഞ്ഞ പോലെ. അതുകൊണ്ടല്ല കേട്ടോ. അല്ല, അറിയാം, എനിക്ക് ഇപ്പോഴും വന്ന് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. കഥകൾക്കായും തിരകൾക്കായിട്ടും അല്ലെ, ഗാനങ്ങൾക്കായിട്ടും. അപ്പോൾ അവാർഡുകളും നമുക്ക് കുറെ ഇങ്ങോട്ട് വന്നത് ഉണ്ട് അല്ലേ? സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു 5-6-7 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡുണ്ട്. ഒരു നാഷണൽ അവാർഡുണ്ട്. പിന്നെ ഒരു 10-600-ന്റെ മേലെ ഫാസ് അവാർഡ് ഉണ്ടാവും. പിന്നെ ഒരു ഇന്റർനാഷണൽ അവാർഡ് ഈ ബഹറിൽ വെച്ചിട്ട് മണ്ണൊന്ന് മനുഷ്യനൊന്ന് എന്നുള്ള നാടകത്തിന് ഒരു ഇതിന് ഒരു 5-8 ലോകരാഷ്ട്രങ്ങളിലൊക്കെ പോകാനും എല്ലാം ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം കിട്ടി. നാടകം ചെയ്യാനും ഈ ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്താനൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, എനിക്കിപ്പം ജയേട്ടനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തി, നമ്മുടെ നാട്ടുകാരനായിട്ട് മാറി എന്നുള്ളത്. അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ എത്തണമായിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ. അല്ല, അങ്ങനല്ല. അതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഒരു ഹാപ്പനിങ് അല്ലേ നമ്മൾക്ക് ജീവിതം. ഒന്നങ്ങ് സംഭവിച്ചു പോവാണ്. ആ സംഭവിച്ചതിനെ തലയിലെടുത്ത് വെച്ച് നടക്കരുത് കലാകാരൻ. അത് പാസ് കഴിയുക. ഞാൻ ഇന്നലെ എഴുതിയ നാടകം നന്നായി എന്ന് വെച്ചിട്ട് ഇന്നലെ എഴുതുന്ന നാടകം നന്നാവണമെന്നില്ല. ഇപ്പം തന്നെ ഞാൻ ലേശം ഒരു ഡള്ളായിട്ടാണുള്ളത്. അത് തോന്നുന്നു. അല്ല, അത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ആ ഡല്ലായതിന്റെ കാരണം എന്തെഴുതണം എന്നുള്ളൊരു വിഷയം വരുന്നു എനിക്ക്. അതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതിനെതിരെയുള്ള തിന്മകൾക്ക് അടച്ചു പോക്കില്ലേ. ഒരു നദി, കാലം ഒരു നദി പോലെ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മുങ്ങിയിട്ടാണല്ലോ നമ്മൾ ഈ കഥയും ജീവിത ദുരിതം എല്ലാം എടുക്കുന്നത്. അതെ. ചിലപ്പോ ഒക്കെ നമ്മള് പുഴയുടെ കരയിൽ ഇങ്ങനെ പകച്ച് നോക്കി നിൽക്കേണ്ടി വരും അല്ലെ? ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വരും. ആ വെള്ളത്തിന് കുത്തൊഴുക്കാണോ അല്ലെങ്കിൽ ഒഴുക്ക് നമ്മളൊരു ഞാൻ പറയാം, അത് ചില മനസ്സിന് തോന്നിച്ചാണ്. അപ്പൊ കുറച്ച് ഇങ്ങനെ നിന്ന് ഇപ്പൊ ഞാൻ രണ്ടാമത് ഒരു 4 നാടകത്തോളം ഉണ്ട്. ഒച്ചറ പുറപ്പാട് നാടക സംഘത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ കടുവ എന്നുള്ളൊരു നാടകം ചെയ്യുന്നു. പിന്നെ നവചേതന ഉഷയുടെ സമിതിക്ക് വേണ്ടിയിട്ട് കുയിലി, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ മനുഷ്യ ബോംബായി മാറിയ കുയിലിയുടെ കഥ പറയുന്നു. പിന്നെ എം മുന്നേട്ടൻ്റെ അച്ഛൻ്റെ ബ്രാൻഡിക്കുപ്പി, പിന്നെ പടനായകൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരൊരു നാടകം ചെയ്യുന്നു. ചോപ്പ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ഒരു നാടകം ചെയ്യുന്നു. ഇപ്പം മനുഷ്യഭൂപടം എന്ന് വെച്ചാൽ സൗദിയിൽ ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് മസ്കറ്റിൽ നിന്ന് നാടകം ചെയ്ത് വന്നിട്ട് ഇപ്പം രണ്ടാമത് അടുത്ത മെയ്യോടുകൂടി സൗദിയിൽ സ്ക്രിപ്റ്റൊക്കെ അതിൻ്റെ പണിയിലാണ് ഉള്ളത്. മനുഷ്യഭൂപടം എന്നുണ്ട്. നമ്മൾ ഒരുപാട് പറയേണ്ട ഒരു സമയമല്ലേ ഇപ്പം. അതെ അതെ. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാലം. അതെ അതെ അതെ. പിന്നെ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയത്തെ അതീതമായിട്ടുള്ള ചിന്തകൾ ഇല്ലെന്നാണ്. അല്ല, രാഷ്ട്രീയത്തെ അതീതമായി ഒന്നും ചിന്തിക്കരുതെന്ന് പറയുന്നവനെ. രാഷ്ട്രീയം വേണം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം വേണം. എല്ലാത്തിനും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഭാഗീയത ഉണ്ടാക്കിയെടുക്കരുത്. കൊടി നിറങ്ങളാണ് മാറുന്നത്. അതെ 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 അതെ. നിറങ്ങൾ നിശ്ചയിക്കുന്ന ചിന്താഗതിയല്ല, ഒരു മനുഷ്യൻ നിശ്ചയിക്കുന്ന നിറങ്ങളായിരിക്കണം അല്ലേ? അതുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കൊലകളൊക്കെ അതൊക്കെ ചർച്ചകളായിട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ക്യാമ്പസുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ? ക്യാമ്പസിലുള്ള പ്രശ്നം വളരെ ദാരുണമാണ് ആ സംഭവം. ഇപ്പം ഈ അങ്ങനെ ഉണ്ട് ഒരുപാട്.
ഞാനൊക്കെ SFI പ്രവർത്തിച്ച ആളാണ് ചെറുപ്പത്തിൽ. ഇപ്പം ബ്രാക്കറ്റില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ പ്രസവമുറി സ്ത്രീകൾക്ക് മാത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ. അപ്പൊ ബ്രാക്കറ്റ് വേണ്ട, ബ്രാക്കറ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒരു ആരും സപ്പോർട്ട് ഉണ്ടാവുകയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുക എന്നുള്ള ഒരു മനസ്സിന്റെ അതിനൊരു ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ഇന്നയാള് CPM, CPI, CPM എന്നൊന്നും പറയാനില്ല. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാവാം. കാരണം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാവാൻ വെച്ചാൽ ഇസങ്ങളിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇപ്പം വിശ്വസിക്കുന്നത്. അത് ഇപ്പം എവിടെയും കമ്മ്യൂണിസ്റ്റ് ഇല്ലാന്ന് പറയും. എവിടെയാ എന്തുള്ളത്? 2000 വർഷം മുമ്പ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ ബൈബിളിലുള്ള ഈ ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ വെളിച്ചം കത്തി നടന്നാൽ കിട്ടുമോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഇസ്ലാമിനെ കിട്ടുമോ നമുക്ക്? അല്ലെങ്കിൽ ഉപനിഷത്തുകൾ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെ കിട്ടുമോ നമുക്ക്? ഇല്ല. അതൊക്കെ എത്രയോ മുമ്പേ ഉണ്ടായ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ചാരി നിൽക്കാൻ ദൈവത്തിന്റെ ഒരു മറയും മതിലും ഇപ്പം മറ്റേതിന് അതുമില്ലല്ലോ. അപ്പൊ അത് മാത്രം നടന്നില്ല എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുക. ഇതൊന്നും നടന്നില്ലല്ലോ. കാരണം മനുഷ്യനുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും എല്ലാ മതങ്ങളും പൂർണ്ണമായി അംഗീകരിക്കപ്പെടില്ല. കാരണം മനുഷ്യന് വല്ലാത്ത ജീവിയാണ് അല്ലേ. ഗുരുദേവൻ പറഞ്ഞതെന്ന് വെച്ചാല് എത്രയോ 1,900 മതങ്ങളുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഓരോ മനുഷ്യനും ഓരോ മതം, ശരി, അതെ, ഓരോ അഭിപ്രായം അല്ലേ, അവരുടെ സ്വന്തം ചിന്താഗതികളും. അതെ അതെ അതെ. മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാം അങ്ങനെ ആയിരിക്കും, ഓരോ നിമിഷം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതെ 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 അതെ. മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കുന്ന അല്ലേ അല്ലേ അങ്ങനെ. അപ്പൊ അതൊക്കെ ഇതില് കഥകളിലും ഗാനരചനയിലൊക്കെ കടന്നു വരാറുണ്ടല്ലേ? ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കടുത്ത് പറയാൻ നിൽക്കാറില്ല. പക്ഷെ ശബ്ദം കടുത്തതാണെങ്കിൽ പ്രതിഷേധം ഉണ്ടാവാറുണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം ഉണ്ടായേ മതിയാവും, അതാണ് വിഷയം. അത് മാറ്റങ്ങൾക്ക് വേണ്ടി. അതെ അതെ. എഴുതുന്നവന്റെ പാർട്ടി എന്താണ്? പണ്ട് ജാതിയായിരുന്നു. അതെ അതെ. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പം രാമാനുജൻ എഴുത്തച്ഛൻ അഭിമുഖീകരിച്ചത് അദ്ദേഹം ഒരു ഈ എണ്ണയാട്ടുന്ന ജാതിയിൽപ്പെട്ട ആള് ജാതിയായിരുന്നു. അന്ന് ജാതിയാണെങ്കിൽ ഇന്നും പാർട്ടികളാണ്, രാഷ്ട്രീയ പാർട്ടി. അവൻ ഏതാണ് പാർട്ടി എന്നാ ചോദിക്കുക അല്ലേ? വ്യത്യാസമൊന്നുമില്ല ഏതാണ് പാർട്ടി. അപ്പം എന്റെ പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താൽ ഞാൻ ന്യായീകരിക്കേണ്ട എന്റെ അവസ്ഥയാണ്. അതിന്റെ ആവശ്യം നിങ്ങളുടെ പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താൽ ന്യായീകരിക്കേണ്ട നിങ്ങളുടെ അവസ്ഥയാണ്. അപ്പം തെറ്റ് എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായി. പക്ഷെ ഒരു കലാകാരന് നമുക്കതിന്റെ ആവശ്യകത ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനെയല്ല. പലരും അങ്ങനെയല്ല. രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്നവരോ അതോ അല്ലെ? അപ്പൊ കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ പക്ക രാഷ്ട്രീയത്തിൽ ചട്ടക്കൂടിലാണ് നിൽക്കുന്നത്. ചട്ടക്കൂടിലാണ് ഒരു രാഷ്ട്രീയം നിർദ്ദേശിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം ഇല്ലാതെ ഒരു കാര്യത്തിലും മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നുവരെയുള്ള മനുഷ്യന്റെ പുരോഗതിക്ക് ഒരു മതങ്ങളെക്കാട്ടപ്പുറം രാഷ്ട്രീയം തന്നെയാണ്. അതെ അതെ മുന്നോട്ട് വന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് റോമൻ രാഷ്ട്രീയമുണ്ട്, ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയമുണ്ട്, അമേരിക്കൻ രാഷ്ട്രീയമുണ്ട്. എന്തിന് എത്യോപ്യയിൽ പോലും അതിന്റെ പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ? പൊളിറ്റിക്സ് എന്ന ഉദ്ദേശവാക്കാണ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സ് ഉണ്ടല്ലോ അല്ലെ? ആ പൊളിറ്റിക്സ് തന്നെയാണ് ലോകത്ത് ഇന്ന് വരെ എല്ലാത്തിനും നിയന്ത്രിക്കുന്നു. അത് തന്നെയാണ്. നിയന്ത്രണം വെച്ചാൽ അതാ പൊളിറ്റിക്സ് ഉണ്ടാവണം. വേണ്ട, ഒരിക്കലും അനാർക്കി ആവരുത്, അരാജകത്വം ഉണ്ടാവരുത്. പക്ഷെ ആ പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ തെറ്റിന് തെറ്റ് എന്ന് പറയാൻ പറ്റണം. അതിനെ പിന്നെ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകി വശാവരുത്. അത് അതെ, ഇപ്പൊ ഉള്ള അവസ്ഥ ഇപ്പൊ കാണുന്നതാണ്. കാരണം എല്ലാവരും ഒരാളല്ല, എല്ലാവരും അല്ലെങ്കിൽ മൗനിയാവുക. അപ്പം അല്ലെങ്കിൽ മൗനികളാവുക. ഇപ്പൊ ഞാനിപ്പം ഉത്തരേന്ത്യയില് ഒരു ദളിത് പെൺകുട്ടി വാട്ടർ ടാങ്ക് തൊട്ടതിന് അടിക്കുമ്പോഴും വേറെ കുറെ ആൾക്കാർ ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി കൊന്നിട്ട് രക്ഷിതാക്കൾക്ക് ശവം വിട്ടുകൊടുക്കാതെ ദഹിപ്പിക്കുകയും ചെരിയപ്പെട്ട് ഒരു സവർണന്റെ ഗ്രാമത്തിൽ കൂടെ നടന്നതിന് ചുട്ടുകൊല്ലുകയും ചെയ്തതിനെ എതിർക്കുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആൾക്കൂടെ ഫാസ്റ്റ് എതിർക്കപ്പെടുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് മനുഷ്യനാ? അതെ, ഒരേ സമയം അന്നേരം പിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം വളഞ്ഞിട്ട് നല്ല സാഹചര്യം ഉണ്ടാക്കലാണ് അല്ലേ? അതെ, രണ്ടു കണ്ണോട്ട് കാണുന്ന കാഴ്ചകളാണല്ലോ. അതെ, ഇതിപ്പോ ഒറ്റ കണ്ണോട്ട് കണ്ട് മറ്റേ കണ്ണ് മറച്ചു. ഭൂതകാലത്തെ മറക്കുന്നു എന്നുള്ള വലിയ വിഷയമുണ്ട് ഇവർക്ക്. അതാണ് വിഷയം. ഭൂതകാലത്തെ മറന്നു കളയുന്നു. പിന്നെ ഇന്നലെ എന്തെന്നുള്ളത് അപ്രസക്തമാണെന്ന് ചിന്തിച്ചു കളയുന്നു എന്നുള്ളതാണ്. അത് മനഃപൂർവ്വം അല്ലേ? മറക്കുന്നു എന്നല്ല,
മനഃപൂർവ്വം മറക്കുന്നു എന്നല്ലേ? അത് ഞാനങ്ങനെ പറയുന്നില്ല. അപ്പൊ ഒരു ഇസത്തിന്റെ അവസ്ഥയായിട്ട് ഞാൻ മാറുന്നു. ചോദിക്കാം അല്ലെ, അങ്ങനൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. അത് തെറ്റല്ല ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാനങ്ങനെ അതിനകത്ത് ഞാൻ ഐസ ഉള്ളത് കൊണ്ട് ഒരു ഗ്രൂപ്പീസാക്കി മാറ്റുന്നില്ല. അതെ അതെ, ഞാൻ അവരെ മാറ്റുന്നു. അത് ശരിക്കും ഇന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണത്. തീർച്ചയായും. കാരണം കാണേണ്ടത് കാണുന്നില്ല. അതെ അതെ, ഇന്ന് അന്ധന്മാരാണ്, അല്ലെങ്കിൽ ബധിരന്മാരായിട്ട് സാധാരണ ജനങ്ങളും മാറുന്നു. അതെ അതെ. മനുഷ്യനായി മാറുക, അല്ലെങ്കിൽ മനുഷ്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കടമയാണ് നമ്മുടെ. ഇത് തന്നെയാണോ ഇതിനകത്തുള്ള കൂടുതലും നിങ്ങളുടെ അകക്കാമ്പുകൾ ഓരോ നാടകം? അതെ അതെ, ഞാൻ എൻ്റെ നാടകങ്ങളിൽ പൊതുവെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ എഴുതിയ തെയ്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ, കണ്ടംപറൈസ് ചെയ്യാം. ഇപ്പം തീപ്പൊട്ടെന്നുള്ള തെയ്യം, മുച്ചോട് ഭഗവതി ശ്രീ ശാക്തികതയുടെ ഇതായിട്ട്. അപ്പം പണ്ട് കാലത്തുണ്ടായ തെയ്യങ്ങൾ പോലും ആ നാട്ടിലെ നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർത്ത് അവനെ കൊന്നിട്ട് അതിനകത്തുള്ള പ്രിക്ക് ഓഫ് കോൺഷ്യസ് മനസാക്ഷി കുത്തുകൊണ്ട് അവരെ പിടിച്ച് തെയ്യാക്കിയതാണ്. ഒരു പിന്നെ ദൈവികത്വം, നമ്മളെ കുറ്റബോധം കൊണ്ട് അതിനെ ദൈവികത്വം ആരോപിക്കാതെ അല്ലേ, നമ്മളെ എല്ലാ കുട്ടിച്ചാത്തനെ ആലോചിച്ചാൽ മതി. പിന്നെ ഒരു വർഗം, ഇപ്പൊ ദളിത് വർഗം എന്ന് പറയാം, അല്ലെങ്കിൽ അധകൃതൻ എന്ന് പറയാം, അങ്ങനത്തെ വർഗത്തിൽപ്പെട്ടവരുണ്ട്, വലിയവരുണ്ട്, വലിയ ഇതിൻ്റെ അകത്ത് പറന്നിട്ട് അധകൃതന്റെ കൂടെ കൂടിയതിന് കൊല്ലപ്പെട്ടവരുണ്ട് അല്ലേ. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളായിരുന്നു അന്നത്തെ. തീർച്ചയായും ഒറ്റപ്പെട്ടവന്റെ പ്രതിഷേധമായിരുന്നു അല്ലെ, ഒറ്റപ്പെട്ടവന്റെ പ്രതിഷേധം. അപ്പം അന്ന് ആരും എതിർത്തില്ല. ഇല്ല, അവൻ കൊല്ലപ്പെടുമ്പോ മൗനികളാണ്. അതെ, അവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കുറ്റബോധം തുടങ്ങി. അതുവരെ കാഴ്ചക്കാരായിരുന്നു എല്ലാത്തിനും. അതെ അതെ, ഇപ്പൊ സംഭവിക്കുന്നു അങ്ങനെ തന്നെ. അത് ഇപ്പോഴും ജനങ്ങളുടെ അവസ്ഥ. അത് ചെയ്യരുത് എന്ന് തന്നെ പറയണം, അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അത് ചെയ്യരുത്, അതിന് നിങ്ങൾക്ക് അധികാരമില്ല അല്ലേ, അതെ എന്ന് പറയാനുള്ള അവകാശം ഉണ്ടാവണം. അല്ല, അത് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു കഥ വളർന്നു വരുന്ന തലമുറകൾക്ക് നേരെയുള്ള ഒരു അതിക്രമം അല്ലേ, അല്ലെ അടുത്ത നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ചർച്ചകളാവേണ്ടത് അവിടെയല്ലേ. അതെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ് വിഷയം. ആൾക്കൂട്ട ഫാസിസം എന്നുള്ള സംഭവമുണ്ട്, അതിന് രാഷ്ട്രീയമില്ല. മധുവിന് സംഭവിച്ചതുപോലെ അന്ന് ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ. അതുമാത്രമല്ല, ഇതിപ്പോ ഞാൻ പറയാം, ഉദാഹരണത്തിന് ഞാനിപ്പോ എന്റെ ഒരു അത്യാവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒരാൾക്ക് അസുഖമായിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക്, അല്ലെങ്കിൽ ലോകത്ത് എന്തോ ഒരു പ്രശ്നത്തിന് ഒറ്റപ്പെട്ട ഞാൻ ഒരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ 10 പേരെ ഉണ്ടാവും മുമ്പിൽ പ്രകടനത്തിന്. അവർ റോഡിന്റെ നടുവ് കൂടി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് പോവാണെന്ന് വെച്ചു. അവരെ അപ്പൊ എനിക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ട്. എന്താണ് നമ്മുടെ ഇല്ലല്ല, ഈ ഡ്രൈവറൊക്കെ ഒരു ചവിട്ട് കൊടുത്തിട്ട് സ്പീഡ് ഈ വണ്ടി എടുത്തിട്ട് ഫുൾ ഇവരെ അരച്ചിട്ട് മുന്നോട്ട് പോവാന്നുള്ളത്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ മാനസിക രോഗിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ ഇവര് ചെയ്യുന്നതോ തിരിച്ചിട്ട് ഏറ്റവും ഒരു പ്രകടനം സൈഡിൽ കൂടെ നടന്നു പോയാൽ എനിക്ക് എന്റെ അമ്മയെ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവനെ കാണാൻ വേഗം എത്താം. അതെ, മറ്റേത് റോഡ് തടഞ്ഞു വെച്ചിട്ട് അത് ആയിരങ്ങൾ എങ്ങനെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അടിയൊക്കെ അടിച്ച് കണ്ടിട്ടില്ല. ഓരോ തിണ്ണമെടുക്ക് കാണിക്കുന്നത്, തിണ്ണമെടുക്ക് എല്ലാ പാർട്ടിയാണ്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പാർട്ടി, അത് രാഷ്ട്രീയമായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, മന്ത്രിമാരുടെ യാത്രക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരന്റെ ആംബുലൻസ് വരെ പിടിച്ചു വെക്കുന്ന ഒരു കാലം. എല്ലാരും അത് ഞാൻ മന്ത്രിമാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ രാഷ്ട്രീയ ഇപ്പൊ ഇവര് മറ്റവര് വന്നാലും അവസ്ഥ കളർ മാത്രമേ മാറുന്നുള്ളൂ, നിറം മാത്രമേ. ഒരു സംശയമില്ല കാര്യത്തിന്. മതങ്ങളും അങ്ങനെ തന്നെ, എല്ലാത്തിന്റെയും എല്ലാരും അല്ലേ. ശരിയാ, ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, ഇന്ന് എല്ലാവരും അവരവരുടെ രീതിയിൽ മറ്റുള്ളവനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട്. അതെ, ജാതി ചോദിക്കരുത് പറയരുത്, ജാതിനെ ഉപേക്ഷിച്ചൊരു കാലഘട്ടത്തിൽ ജാതീയപരമായി സംഘടിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജാതി മടങ്ങി വരുന്നു. അതെ, ആ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് അല്ലെ. ശരിക്കും അത് വോട്ടറായി മാറുന്നു, പിന്നീട് അത് പാർട്ടികളായിട്ട് മാറുന്നു, എല്ലാത്തിലും മതമാണ് അല്ലെ. ഇപ്പം ഹിന്ദു സമുദായത്തിന്റെ ഈഴവ, നായർ, ഈ മറ്റേ KMS എന്തെന്നാ അങ്ങനെ ഓരോ സംഘടന, നമ്പൂരി സമുദായം, ഉള്ളാള സമുദായം, നമ്പ്യാർ എന്ന് പറഞ്ഞു. ഞാനും ഒരു നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവനാണ്. അതുമാത്രമേ ഉള്ളൂ, ജാതിയെ ഞാൻ അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. അപ്പം ആ നമ്പ്യാർ സമുദായത്തിന് വേറെ സംഘടനകൾ, മറ്റവർക്ക് വേറെ സംഘടനകൾ, ഇവർക്ക് വേറെ സംഘടനകൾ. ഇസ്ലാമിന്റെ അകത്ത് തന്നെ ആലോചിച്ചു, ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പല വിഭാഗങ്ങളും ഞെട്ടിപ്പോവാണ് അല്ലെ. ബഹുതസ്മിയ ബിസ്മില്ലാഹി ജമിയ എന്നാ പറഞ്ഞു അല്ലെ. സംഘം ചെയ്യുന്നവന് ശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞ് ജുമാ നിസ്കാരത്തിൽ 41 പേര് വേണമെന്ന് പറഞ്ഞ്
നിഷ്കർഷിച്ച് ആദരവാക്കപ്പെട്ട നബിയുടെ വർഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവര് ഹബീബികള് അല്ലെ, മറ്റൊരു ജാതി സുന്നി ഇവരെ തമ്മിൽ തർക്കം, ഇന്ന ആയത്തിൽ ഇന്നേ പറഞ്ഞത് ഇങ്ങനെയാണോ? അതെ, ക്രിസ്ത്യൻ വിഭാഗത്തിലോ അതിന്റെ പള്ളിയിലേക്ക് കേൾക്കുന്നില്ല, ശവം പോലും. അതെ, ഇവരെങ്ങനെ ക്രിസ്തു മാർഗത്തിലാവും, മറ്റവരെങ്ങനെ അള്ളാഹുവിന്റെ നബിയുടെ വർഗത്തിലേക്ക് പോകും, മറ്റവരെങ്ങനെ ലോകോ സമസ്ത സുഖിലോ ഭവന്തു എന്ന് പടിയാറും കടന്ന് അവിടെ ചെല്ലണം ശിവനെ കാണാ, പടിയേഴും കടന്ന് അവിടെ ചെന്ന ശിവനെ കാണാവും ശിവശംഭവം എന്ന് പറഞ്ഞാൽ 6 പടി കഴിഞ്ഞ് 18 പടിയുള്ള ഹിന്ദു, ബാക്കി പടികൾ ബാക്കി കിടക്കും അല്ലെ. അപ്പൊ എല്ലാം വിഭാഗീയത അല്ലെ. ഒരു വിഷയത്തോട് എല്ലാവർക്കും വിഭാഗീയത, ഒരു വിഷയത്തോട് ആരും ഒന്നിക്കാതിരിക്കുന്ന അവസ്ഥ. ഒന്നിക്കരുത് എന്നുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ചില ആൾക്കാരാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഒരു പറ്റ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട്, ഒരു പറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അനന്തരഫലമായിട്ട് ഇതിനെല്ലാം പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം ഉയർത്തി വന്നല്ലോ, ശരിക്കും വരുന്നുണ്ടല്ലോ. അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തിലല്ല വരുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ ചില ഇതിനകത്ത് കാണാം, ഒരു നെഹ്റുവിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നില്ലേ, ഇതാരാന്ന് അറിയാത്തൊരവസ്ഥ. ഇല്ല, ഞാൻ തീർച്ചയായിട്ടും ഗാന്ധിജി ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ആരാന്ന് ചോദിക്കുന്ന തലമുറയെ വളർത്തിയെടുക്കുന്നവര്. അതെ അതെ, ശരിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ, ഒരു വിഷയം വരുമ്പോ മാത്രം ആൾക്കൂട്ടത്തിന്റെ ലഹരിക്ക് വേണ്ടി ആയി മാറിയിരിക്കുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. അങ്ങനെയല്ല. ജയപ്രകാശ് നാരായണന്റെ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോളിലൊക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ്. ലോകത്തെവിടെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെയാണ് വിപ്ലവം ഉണ്ടായത് അല്ലെ. അതെ, ലോകത്ത് ആദ്യം ഉണ്ടായത് തൊഴിലാളി സംഘടനയുടെ അല്ല, റഷ്യയിലായാലും ലോകത്തെവിടെയായാലും ഇന്ത്യയിലായാലും അല്ലെ. ഗാന്ധിയുടെ ആഹ്വാന പ്രകാരം പിന്നെ ഈ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും കുറ്റിദ്വാ സമയത്തിനും ഇറങ്ങിപ്പുറപ്പെട്ടതിൽ ഭൂരിപക്ഷവും ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു അല്ലെ. യുവത്വത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതെ 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 ജയപ്രകാശ് നാരായണന്റെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള വിപ്ലവങ്ങൾ അല്ലേ. അപ്പം ആ വിദ്യാർത്ഥി സംഘടന ഇന്ന് എന്താന്നുള്ളതാണ്. നട്ടലിന് ബലമും ഊറക്കിട്ടുപോയ നട്ടലിലും കൊണ്ട് ഒരു മൊബൈലും കൊണ്ട് താഴെ പോയിട്ട് ഇങ്ങനെ ഞെക്കിക്കുക വേണ്ടെന്നല്ല, ഞെക്കിക്കൊണ്ട് നിൽക്കണം. വളഞ്ഞുപോയി നേരെ നോക്കാൻ അറിയാത്ത തലകുനിച്ച് നടക്കുന്നത് അല്ലെ. എന്താണ് ഒരു ഇവരുണ്ടല്ലോ, ഈ അസുഖം വന്നിട്ട് എംബാവകളോ എന്തോന്നും പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ട്. കാരണം ചെറിയ വലിയ നഗരങ്ങളിലും പരസ്പരം നോക്കാതെ ഇത് നോക്കി ഇങ്ങനെ നടന്നുകൊണ്ട് പോവുക. അതെ, ആരെയും പരസ്പരം അറിയുന്നില്ല, ആരെയും കാണുന്നില്ല, തല കുനിച്ചു പോകുന്നു. കുറെ സ്ഥലം തല കുനിക്കപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് ഇവിടെ മാത്രമല്ല, അതെ, ലോകം മുഴുവൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഇതേപോലെ യുപിയിലും വിദ്യാർത്ഥി അടിച്ചു കൊല്ലും അല്ലെ. അല്ല, നമ്മൾ പണ്ട് കേട്ടിരുന്നത് അവിടെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇനിയിപ്പം നമുക്കെല്ലായി ഇല്ലേ, ദുരഭിമാനക്കുറവുകളായി, അതെ, പിന്നെ വിദ്യാർത്ഥി പീഡനങ്ങളായി എല്ലാം കൊണ്ടും ഇനി നമ്മൾ ഉത്തരേന്ത്യക്ക് നോക്കൂന്ന് പറയണ്ട, കാൽച്ചോട്ടിലോട്ട് നോക്കൂ, നിന്റെ മണ്ണിലേക്ക് നോക്കുന്ന ആളാണ് നമുക്ക് അല്ലെ. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും ഇവിടെ നടക്കുമ്പോ, അതുപോലെ തന്നെ അവിടെ ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. അതാണ് ഇത്രയും സാമൂഹ്യ പരിഷ്കർത്താക്കൾ അടിയുറച്ച് അവരുടെ ആദർശങ്ങൾ നമ്മളോട് പറഞ്ഞു ഓതി തന്നിട്ടും, കവികളും കലാകാരന്മാരും പറഞ്ഞു തന്നിട്ടും നമ്മൾ ഇപ്പോഴും ഒറ്റപ്പെട്ടു നല്ലത് ഇങ്ങനെ തന്നെയാണ്. മറവി എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സംഭവങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ അന്തിച്ചർച്ച കഴിഞ്ഞാൽ ആ പരിപാടി മറന്നു. അന്തിച്ചർച്ച അതെന്ന് വെച്ചാല് ഈ അന്തിച്ചർച്ചയുടെ ചത്തുരങ്ങളിൽ ഇങ്ങനെ ഇതും കുത്തി ഇരുന്നിട്ട് ഗൗരവഘോരം പ്രസംഗിക്കുന്നവർ പിറ്റേന്ന് വിഷയം മറന്നു. ക്രിക്കറ്റിൽ ജയിച്ചാലോ അല്ലെങ്കിൽ വേറൊരു ഇത് വന്നാലോ വെള്ളപ്പൊക്കം മറന്നില്ലേ നമ്മൾ, അപ്പോൾ ഐക്യം മറന്നില്ലേ നമ്മൾ, മഹാപ്രളയങ്ങൾ പോലും കാലത്തിന്റെ ഒഴുക്കിൽ നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ പുതിയ ഒരു പാൽച്ചിരി കണ്ടാൽ മൃതിയെ മറക്കും, താരി ഉണർന്നാൽ രാവ് മറക്ക് സുഖിച്ചേ പോവും പാവം മാനവ ഹൃദയം എന്നല്ലേ ശ്രുതമായിട്ടൊരു കവിതയാണ്. എപ്പോഴും ഞാൻ ആലോചിക്കുന്ന അതല്ലേ നമ്മള് ഇന്നലെ കൂരിട്ടാണ് ഇന്ന് ഒരു നഷ്ടം ചോദിച്ചാൽ മതി, ആ കൂരിട്ട് നമ്മൾ മറന്നു കഴിഞ്ഞു. അതാണ് നമുക്ക് ചരിത്രം അറിയണ്ട, ഇന്നലെ വരെ അറിയണ്ട അല്ലെ, ചരിത്രകാരന്മാർ അറിയണ്ട. ഒരു പാർട്ടി പ്രവർത്തകൻ മറ്റൊരു പാർട്ടി പ്രവർത്തകനെ കാണാൻ മൈലുകളോളം നടക്കുന്നൊരു കാലം അല്ലെ. അത് കഴിഞ്ഞപ്പം ആ പാർട്ടി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടിയായപ്പം ആ നടത്തത്തിലും അവരെ ഊർജത്തിനെയും മറന്നു കളയുന്നു. കോൺഗ്രസ് മറന്നു, ഇനിയിപ്പം ഇവര് മറക്കുന്നു, BJP മറക്കാൻ സാധ്യത, എല്ലാരും മറക്കുന്നു. ഇപ്പം ഇവന്റ് മാനേജ്മെന്റ് ഇരിക്കുന്നു, പാർട്ടി പ്രവർത്തനമൊന്നുമില്ല.
അതെ അതെ, അതും ബിസിനസ്. ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു കാലം കേരളത്തില് നാടകം കൊണ്ടുകൂടിയാണ്. നാടകം കൊണ്ടൊരു കാരണമായിരുന്നു അല്ലേ? തോപ്പിൽ വാസിയുടെ നാടകം ഒരു കാരണമായിരുന്നില്ലേ? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റൊക്കെ ഒരു കാരണമായിരുന്നു. അത് മാത്രമൊന്നും അങ്ങനെ പറയുന്നില്ല. അങ്ങനത്തെ ഇക്കൊത്തെ ബജറ്റ് പോലും ഒരു 10 രൂപ നീക്കിച്ചില്ല. അതെ, ഇപ്പം 10 മണിക്ക് ശേഷം പിന്നെ അതായത് സംസ്കാരം മുഴുവൻ പൂർണ്ണമായി. 10 മണിക്ക് ശേഷം മൈക്ക് ചെയ്യാൻ പാടില്ല അല്ലെ? ആലോചിച്ച് നോക്കൂ. ആരെ പ്രതികരിച്ചു? ആരും പ്രതികരിക്കുന്നില്ല. കാരണം നാടകക്കാരന് ഏറ്റവും ഭയമാണ്, അറിയില്ലേ? ലോകത്ത് ഏറ്റവും ഭരണകൂടം ഭയക്കുന്ന ഒരു കലയാണ് നാടകം. അതെ, അതുകൊണ്ടാണ് മുക്കിന് സിനിമാ തിയേറ്റർ ഉണ്ടല്ലേ ഗവൺമെന്റിന്റെ? അതെ, 1 ലക്ഷം മാത്രം തിയേറ്റർ ഉള്ളൂ കേരളത്തിലില്ല. എല്ലാ ടൈപ്പിലുള്ള ഒരു നാടകം കളിക്കുന്ന തിയേറ്റർ പോലും പണി. അത് ഏത് ഭരണം വന്നാലും തിയേറ്റർ തരാമെന്ന് പറഞ്ഞ ഒരു മോഹന വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. ഒന്നും നടക്കില്ല, അത് ചെയ്യില്ല ഒരിക്കലും. കാരണം ലോകത്ത് എവിടെയും വിപ്ലവാനന്തരം തകർന്നുപോയ രാഷ്ട്രങ്ങളിൽ, യുദ്ധാനന്തരം തകർന്നുപോയ രാഷ്ട്രങ്ങളിലൊക്കെ അവസാനം ഇവർ മരിക്കുമ്പം പറയും കേട്ടോ, നാടകൃത്തും കൂടെയായിരുന്നു. വായിച്ചില്ലേ അത്? എല്ലാ പ്രഗത്ഭന്മാരും മരിക്കുമ്പോൾ അതിനോട് നാടകൃത്തും കൂടിയായിരുന്നു, അല്ലെങ്കിൽ നടനും കൂടിയായിരുന്നു, അഭിനേതാവാണ്. അല്ല, എല്ലാ വലിയരും അവർക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും, മറ്റവരുണ്ടാവും, എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും ഇല്ലേ? എന്നിട്ട് അവസാനം വരെ നാടകക്കാരനും കൂടി. പക്ഷെ നാടകത്തിന്റെ ഒരു ജീവിതത്തിലെ കാരണം ഏറ്റവും പച്ചയായിട്ട് പറയാൻ പറ്റുന്ന സങ്കേതമല്ലേ നാടകം. തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഒരു നാടകക്കാരൻ എന്ന രീതിയിൽ മുന്നോട്ട്? അയ്യോ, ഭയങ്കര ഉണ്ടായിട്ടുണ്ട്. അവഗണനകള് എനിക്കല്ല, അവനെ ഞാൻ യേശുവേ ഇല്ല. അല്ലാതെ അതിന് പ്രാധാന്യം കൊടുക്കാതുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കാറില്ല. ഒരു സാധാരണ നാടകക്കാരന്, നാടക പ്രവർത്തനം ഇന്ന് യഥാർത്ഥത്തിൽ വാല്യൂ ലഭിക്കുന്നില്ല അല്ലെ ശരിക്കും സമൂഹത്തിൽ? എന്തുകൊണ്ടാണ്? കാരണം എനിക്കൊക്കെ ആദ്യം അവാർഡ് കിട്ടുമ്പോ, ഇത് പറഞ്ഞാല് ചിലപ്പം പിന്നെയും ഞാൻ ഇവരുടെയൊക്കെ ശത്രുക്കളാവും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കൊക്കെ ആദ്യം അവാർഡ് കിട്ടുമ്പോൾ ഫ്രണ്ട് പേജിലായിരുന്നു എൻ്റെ ഒക്കെ ഫോട്ടോ വന്നത്. TV-യിൽ നിറച്ച് ഫ്ലാഷ് ന്യൂസ് ആയിരുന്നു. ജയൻ തിരുമേനക്ക് അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഇന്നയാൾക്ക് കിട്ടി, ശിവജി ഗുരുവായൂരിന് കിട്ടി പറഞ്ഞിട്ട്. ഇന്ന് ചരമക്കോളത്തിനടുത്താണ് ഒരു നാടക അവാർഡിന്റെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാഷ് ന്യൂസ് പോലും കൊണ്ടുവരാറില്ല. ഇല്ല, ഒരു ഫ്ലാഷ് ന്യൂസ് പോലും വരാറില്ല നാടകത്തിന്റെ. ശരിയാണ് അല്ലേ? അപ്പം സാംസ്കാരിക കേരളത്തിൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഏറ്റവും വലിയ രസം, നമ്മളെ ഈ ഇപ്പം എന്തോ ഒരു സഖാവ് പിണറായിയുടെ ഒരിത് വന്നില്ലേ, അവിടെ സ്റ്റേജിന്റെ മുകളിൽ മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന, പിന്നെ സിനിമാ താരങ്ങളുണ്ടായിരുന്നു, മറ്റ് പിന്നെ തമിഴകത്തെ ആൾക്കാരുണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ നാടൻ പാട്ട് പാടുന്നവനെയോ തെയ്യക്കാരനെയോ ഒരു നാടക പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ചെണ്ട വായിക്കുന്നതിനോ ഒന്നും അല്ല. ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു ആ സ്റ്റേജിന്റെ മുകളിൽ? ഇല്ല, അവർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതെ, അവിടെ എത്തിയിട്ടില്ല അല്ലെ? അവരിലേക്ക് അദ്ദേഹത്തിന് അത് വേണ്ട, അതാണ് വിഷയം. ആ വർഗത്തിന് പിന്നെ ഞങ്ങളൊന്നും ആവശ്യമില്ല എന്നതാണ്. തെരുവ് നാടകം കളിക്കാൻ തൊണ്ട പുളക്കണം, അത് ഇന്നും പുളക്കും. ഇവരെന്ന് അംഗീകാരം തിരുന്നല്ലോ നമ്മൾ ഇതായിരുന്നത്. അതെ അതെ, നമ്മൾ എന്നും നാടകം എഴുതും, എന്നും ഇടതുപക്ഷ നാടകങ്ങൾ തന്നെ എഴുതും, അല്ലാണ്ട് വേറെ ഒന്നും എഴുതാൻ പറ്റില്ല നമുക്ക്. എഴുത്തിലുമുണ്ടോ? എഴുതിലുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകത്ത് ഇടതുപക്ഷം വിമർശിക്കുന്നവരാണോ? അല്ലല്ല, ഇടതുപക്ഷമൊക്കെ നെഹ്റുവിന്റെ ഇടതുപക്ഷമല്ലേ? നെഹ്റു ഇടതുപക്ഷമായിരുന്നു അല്ലേ? എന്തുകൊണ്ട് അമേരിക്കന്റെ കൂടെ ചേരാതെ സ്വകരക്ഷയെ സ്നേഹിച്ചു തുടങ്ങി? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ലോകത്ത് എല്ലാ മനുഷ്യരും ഇടതുപക്ഷമായിരിക്കും. അത് ഈ മാർക്സ് പറഞ്ഞതിന്റെ തൊട്ട് whenever the capital of downfall, the capital immigrate the source of such a movement, they are try to acquire their own properties. എപ്പം മുതലാളിത്ത വ്യവസ്ഥ തകരുന്നോ, മുതലാളിത്ത ബുദ്ധിജീവികൾ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന മുഖംമൂടി അണിയുകയും അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ മൂലധനം സമാഹരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനല്ല, മാർക്സാണ്. ഞാൻ പറഞ്ഞതിന്റെ ഒരു വിഷയം മനസ്സിലായില്ലേ? അത് എക്കാലത്തും ഉണ്ടാവും, നുഴഞ്ഞുകയറ്റം എക്കാലത്തും ഉണ്ടാവും. ഇതൊക്കെയാണ് ജാഗ്രതയോടുകൂടി പാർട്ടിയും പിന്നെ എല്ലാ പാർട്ടിക്കാരും, അതെ അതെ, ഞാൻ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ചിന്തിക്കേണ്ടത് അല്ലേ, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതെ, വഴിയെ പോകുന്ന എല്ലാവർക്കും പാർട്ടിന്റെ ആൾക്കൂട്ടത്തിന്റെ ഹാലിളക്കത്തിന് വേണ്ടി മെമ്പർഷിപ്പ് എഴുതി കൊടുക്കുന്ന അവസ്ഥയല്ലേ? അതെ, അംഗബലം കൂട്ടുക. ആലോചിച്ച് നോക്കൂ, അന്ന് പണ്ടൊരു കോൺഗ്രസ്സുകാരനാവണമെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അല്ലെ? സ്വാതന്ത്ര്യത്തിന് മുമ്പൊക്കെ ഒരു കോൺഗ്രസ്സുകാരനാവുക, ഒരു കതറെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നല്ലേ? അതിന്റെ പവർ
അല്ലേ? അതിനേക്കാളും പവറല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത് അല്ലേ? അതെ. ദൈവാവുന്നതിന് സമ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത് യഥാർത്ഥം അല്ലേ? അതുപോലെ തന്നെ ഒരു സന്യാസിയാവുക അല്ലെ? നമ്മള് അതെ ഒരു യഥാർത്ഥ സന്യാസിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ബുദ്ധിസ്റ്റ് ആവുക എന്നൊക്കെ പറയുമ്പോൾ എന്തിൻ്റെയും അതായി മാറുക എന്നുള്ളത് ഭയങ്കരമായിരുന്നു. ഇപ്പോഴോ എനിക്ക് ഞാൻ പോലും ആകാൻ പറ്റുന്നില്ല, ഓരോ നിമിഷവും മാറുന്നു. സത്യം അല്ലേ? ഇത് ഇബ്സന്റെ നാടകത്തിൽ അറിയാണ്ട് പറഞ്ഞ ഒരു ഡയലോഗായിരുന്നു. അത് ശരി. ഇബ്സന്റെ ഒരു നാടകത്തിലൊരു വലിയ ഡയലോഗായി പറഞ്ഞു. നാടകം ഓർമ്മയില്ല, ഇങ്ങനെ എനിക്ക് ഞാൻ പോലും ആവാൻ പറ്റുന്നില്ല. അതെ, നമുക്ക് കാണുമ്പം കരയണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ കരയാൻ പറ്റില്ല. ഞാൻ കക്ഷി രാഷ്ട്രീയമല്ല പറഞ്ഞു, ഇനി അതിന്റെ പേരിൽ വിമർശനം എനിക്ക് ഉണ്ടാവണ്ട, എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെച്ചാൽ ഒരു വ്യക്തിപരമായ പ്രതിഷേധം അത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളാവാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. നിങ്ങൾ പറഞ്ഞ് ഞാൻ ഹിന്ദു ആയാൽ പോരാ, ചില ആൾക്കാർ പറയുന്ന ഹിന്ദു ആവണം. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയാൽ പോരാ, ചില ആൾക്കാർ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആവണം. ഞാൻ ക്രിസ്ത്യാനി ആയാൽ പോരാ, ചില ആൾക്കാർ പറയുന്ന ക്രിസ്ത്യാനി ആവണം. ഞാൻ ഇസ്ലാം ആയാൽ പോരാ, ചില ആൾക്കാർ പറയുന്ന ഇസ്ലാം ആവണം. ഞാൻ കോൺഗ്രസ് ആയാൽ പോരാ, ചില ആൾക്കാരുടെ ചില ഗ്രൂപ്പിൽ കോൺഗ്രസ്സുകാരനാണോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതെ അതെ അതല്ലേ സംഭവിക്കുന്നത്. ശരിയാണോ സത്യം ഇപ്പൊ നടക്കുന്നതും? അതല്ലേ ശരിയല്ലേ? പക്ഷെ കുറെ കാലം ഇതും ഇതായിരിക്കും ഇനി തുറന്നു പോവുക. ഒരാൾക്ക് മാറ്റം വരുത്താൻ പറ്റും തോന്നുന്നല്ലോ. അല്ല, ഒരു 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 ഒടുങ്ങലുണ്ടാവും എന്തായാലും ഇവർക്കൊക്കെ, ഉറപ്പല്ലേ? പക്ഷെ ജീർണതയിൽ നിന്നും പുതിയ വരുന്നത് ഇതേ രൂപത്തിലും ഫിലിക്സ് പക്ഷിയെ പോലെ ഉയർത്തിലെടുക്കുന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ല. ഇങ്ങനെ ഒരു മാറ്റം വരും എന്തായാലും. കുപ്പികൾ മാറി മാറി നിറയ്ക്കുന്നതല്ലാതെ ഇപ്പൊ കുട്ടിയൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇല്ല. മാത്രമല്ല ഇവിടെ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ എത്ര, അതാണ് പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഗ്രാമം വേണ്ട, ഇവിടെ തന്നെ എന്റെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും ഒരു നായും അവളെ ജോലിക്ക് വരുന്ന ഒരു പെണ്ണുങ്ങളും മാത്രമായിട്ട് വലിയ വീടുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുക. ഒത്തിരിയുണ്ട്. ശരിയാണ്. എല്ലാവരും പറക്കുകയാണ്. ഈ പള്ളികളിൽ ഇപ്പം ആളില്ലാണ്ടായി ഇല്ലേ? സത്യല്ലേ? അമ്പലങ്ങളിൽ ആളില്ലാണ്ടായി. എല്ലാരും ഇങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് സ്വന്തം അല്ല, ഒന്നാമത് ഇവിടെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. പിന്നെ അവർക്ക് ഇതിനേക്കാൾ ഒരു പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിന് അക്കരെ പച്ച കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരെ വളർത്തി വലുതാക്കുന്നത് അങ്ങനെയാണ്. സാഹചര്യങ്ങളും അതുപോലെ തന്നെയാണ്. അവരെ വളർത്തി വലുതാക്കിയിട്ട് ഇൻഡിവിജ്വലിസം പഠിപ്പിക്കുകയാണ്. അതെ, നീ ഭക്തനാവുക. ഇവരെന്നെ ഇപ്പൊ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ആളെ കൊണ്ടുപോയത് ഇവിടുത്തെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നല്ലേ? അതെ അല്ലേ? ഗൾഫ് വിടാം നമുക്ക്, ഗൾഫും അതാണ് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗം അല്ലേ? അവർക്കിപ്പോ ആളില്ലാണ്ടാവുന്ന എല്ലാവരും പോയിട്ട്. അതെ, ശരിയാണ്. വോട്ടുകൾ കുറയുന്നു. അതെ, ഇന്ദിരാഗാന്ധി ഇന്ദ്രൻപാലയെ വളർത്തി ഇന്ദ്രൻപാലയന്റെ ആൾക്കാരെ കൊണ്ട് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നു അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വാളെടുത്തവൻ വാള എന്ന് പറയുന്ന സംഭവം ആരാണോ എന്താണോ വളർത്തുന്നത് അത് അവർക്ക് അതുകൊണ്ട് തന്നെ അവർ നശിക്കുന്നു അല്ലേ? അതല്ലേ എന്റെ ശരി. ഞാൻ ഒരുപാട് കത്തിയാവുന്നുണ്ട് കേട്ടോ. ഇല്ല, പക്ഷേ അറിയോ, ഇതൊക്കെ നമ്മൾ കാണുന്ന നാടകങ്ങളിലുള്ള കുറേയേറെ ഭാഷകൾ അല്ലെ, നാടകത്തിലെ കുറെ വാക്കുകൾ അല്ലെ, ആ ഒരു സംഭാഷണ ശൈലി തന്നെ ഞാൻ കാണുന്നു. ഒരുപക്ഷെ ഇതിനേക്കാളും തീക്ഷ്ണമായിട്ടായിരിക്കാം ചിലപ്പോൾ സംവിധാനം എടുക്കുകൊണ്ട് ഓരോ ആളുകളും വേദികളിൽ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അത് അതിനേക്കാളും പച്ചയായിട്ട് എനിക്ക് കിട്ടുമ്പോ ഞാനത് ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ്, പറയുന്ന കാര്യങ്ങൾ. അല്ല, ഇത് നമ്മൾ പറയുമ്പോൾ ഒറ്റപ്പെടും. അത് ഒറ്റപ്പെട്ടോടെ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളും പറയാതിരുന്നാൽ എന്നുള്ളതാണ് അതിന്റെ വിഷയം. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ഒരു വലിയ കേരളം മുഴുവൻ കേട്ടു നിൽക്കുന്ന ശബ്ദമൊന്നുമില്ല. എൻ്റെ അത് വലിയ എല്ലാവരും ഇങ്ങനെ കാത് ഉറപ്പിച്ച് നിൽക്കുന്ന ശബ്ദമൊന്നുമല്ല. വളരെ കൊച്ചു ശബ്ദം, വളരെ ചെറിയ ശബ്ദം, കുറച്ച് ശബ്ദം, കുറച്ച് ആൾക്കാരുടെ ശബ്ദം, കുറച്ചെന്നല്ല ഉറച്ച ശബ്ദം, അത്രേ ഉള്ളൂ. എന്റെയൊക്കെ ശബ്ദത്തിന് അത്രേ വിലയുള്ളൂ. അതെനിക്കറിയാം. ആ വില മതി, അത്ര വില മതി. പക്ഷെ എന്നാലും ആ ചെറിയ ശബ്ദത്തിലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉറക്കെ പറഞ്ഞില്ല എങ്കിൽ വളരെ മോശം. ഒരു നാടകക്കാരൻ എന്നുള്ള രീതിയിലുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ലേ ഇപ്പൊ? ശരിക്കും കുറെ കുട്ടികളുണ്ട്. എനിക്ക് കുറെ കുട്ടികൾ വെച്ചാൽ ഞാൻ പഠിപ്പിച്ച മക്കളുണ്ട്. പിന്നെ ഒരുപാട് ആള്, അത് വിദേശത്തായാലും ഇവിടെ ആയാലും. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നാടകത്തെ പരിപോഷിപ്പിക്കാൻ ഇനി അത് പിന്നെ അധികൃതർ അല്ലെങ്കിൽ നമ്മുടെ ഇവരെന്ത് ചെയ്യണം? ശരിക്കും നാടകത്തെ പരിപോഷിപ്പിക്കേണ്ട ആരും
കാരണം ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇപ്പോഴുള്ള കുട്ടികളുടെ ക്യാമ്പസ് നാടകങ്ങൾ, സ്കൂൾ നാടകങ്ങൾ, അമേച്ചൂർ നാടകങ്ങൾ ഞെട്ടിപ്പിക്കുന്ന പുരോഗതിയാ. അതെ. എന്നാൽ പ്രൊഫഷണൽ അത് നടക്കൂല, കാരണം അത് തൊഴിൽ മേഖലയായതുകൊണ്ട്. അതിനകത്ത് ചില ഇപ്പൊ അമ്പലങ്ങളിൽ ഇപ്പം നാടകങ്ങള് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നു. അതെ, അങ്ങോട്ട് കയറുമ്പോ അല്ലേ. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള അവസ്ഥ വന്നു നാടകത്തിന്. അങ്ങനെ തന്നെ പച്ചയായിട്ട് വേലിക്കെട്ടുകൾ വരാൻ തുടങ്ങി. വേലിക്കെട്ട്. അപ്പം പുരാണ നാടകങ്ങൾ, അങ്ങനത്തെ നാടകങ്ങൾ മതി എന്നുള്ള അവസ്ഥ വന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പ്രൊഫഷണലൊന്നും കൃത്യമായിട്ടല്ല എഴുതാൻ പറ്റില്ല. അമേച്ചൂറിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട്. അവര് വലിയ മോളൊക്കെ ഇപ്പം കോളേജിലൊക്കെ നടക്കുന്നത്, കോളേജിലൊന്നും വലിയ ഫണ്ടൊന്നുമില്ല ഇതിന്. ഒരു 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 എന്തെങ്കിലുമൊക്കെ കഞ്ഞിയും വെച്ച് അവരുടെ കഞ്ഞിയും കൂടെ ഒന്നിച്ച് പുഴുങ്ങിയിട്ട് അത് വിട്ടിട്ട് കലയെ സ്നേഹിക്കുന്നതിനോടുള്ള ഭയങ്കര വിഷയങ്ങൾ പറയുന്നുണ്ട് നാട്ടിലെ അമേച്ചർ നാടകങ്ങളിൽ. പിന്നെ സ്കൂൾ നാടകമൊക്കെ കോളേജ് നാടകം, ക്യാമ്പസ് നാടകമൊക്കെ ഞെട്ടിത്തെറിച്ചു പോകും നമ്മൾ. സ്വപ്നം കാണാത്ത വിധത്തിലുള്ള വളർച്ച അതിനൊക്കെ ഉള്ളത്. ജിനോനെ പോലത്തെ, അതെ, ഇപ്പം എന്റെ മകനായാലും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. മനോജ് നാരായണൻ പോലുള്ള നാടക പ്രവർത്തകന്മാർ നന്നായി ചെയ്യുന്നുണ്ട് നാടകം. അല്ല, വളർച്ചയില്ല, പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുവും ചെയ്യുന്നില്ല. കാരണം എല്ലാ കലാകാരന്മാർക്കും കൊടുക്കുന്ന പോലെ എല്ലാ നാടകത്തിനും ഉണ്ട്. നാടകം അവരുടെ രാഷ്ട്രീയ ഉപാധിയാക്കി മാറ്റുന്നു. സ്തുതിപാഠകന്മാരുടെ ഇവരെ അവസ്ഥയിൽ സ്തുതിപാഠകന്മാരായി മാറുന്ന ചില ആൾക്കാര് അവര് മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥ. ഫണ്ടൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതൊക്കെ ചുരുക്കം ചില ആൾക്കാരുടെ കയ്യിലേക്ക്, പിന്നെ അവശ്യ കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് ബ്രാൻഡ് ചെയ്ത് കുത്തപ്പെടുന്ന ഒരു അവസ്ഥ. അത് അവര് പറഞ്ഞോട്ടെ, ഇത് കലാകാരന്റെ ഒരു പുത്തിരിയല്ല. എന്നുവെച്ചാൽ കലാകാരനായി മാറുക എന്ന് പറഞ്ഞാൽ ക എന്ന വാക്കിന്റെ അർത്ഥം അക്ഷരം, ക എന്ന അക്ഷരം പരിശോധിച്ചാൽ എല്ലാത്തിന്റെ തുടക്കത്തിലാണ് ക ഉണ്ടാവുക. ല എല്ലാത്തിന്റെ അവസാനമായിരിക്കും അക്ഷരം. എല്ലാ മലയാള വാക്കും സംസ്കൃത വാക്കും എടുത്താലും കേട്ടോ. അപ്പം കല എന്നത് ആദിമധ്യാനങ്ങളുടെ കൂട്ടിയ വായനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കലാകാരന്റെ അവഗണനയും എന്നത് നല്ലതാ, നെഗ്ലക്റ്റും നല്ലതാ പറയുന്നതിനോട്ട്. എങ്കിലും പ്രതിഷേധം കൂടുള്ളൂ. അത് they are ready to accept and endure the whole sufferings and pain എന്നൊക്കെ പറയും. അപ്പം അവർ റെഡിയാണ്. ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അനുഭവിക്കണം. പക്ഷെ അനുഭവിച്ചിട്ട് മറ്റൊരെന്തെങ്കിലും പറയുന്നിട്ടും ഉണ്ടാതിരിക്കരുത്, കൃത്യമായി പറയണം. അതാണ് വിഷയം. അല്ല, പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ, കൃത്യമായി പറയണം. ചില ആളുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുള്ളൂ. അതെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതം തന്നെയായിരിക്കണം കലാകാരൻ. തെറ്റ് ആര് ചെയ്താലും തെറ്റെന്ന് പറയാനാവണം. തീർച്ചയായിട്ടും പറയാൻ നമ്മളുണ്ട്. അതെ, ആര് തെറ്റ് ചെയ്താലും തെറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും കണ്ടുകൂടാ, അതറിയില്ലേ? അത് ശരി, ഒറ്റപ്പെട്ടു അവനങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിന്റെ കൂടെ അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നുകൊണ്ട് കൊടിപിടിച്ച് നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ അതവൻ ചെയ്തത് അത് തെറ്റാണ്, ഇവൻ ചെയ്ത് ഇത് തെറ്റാണെന്ന് പറയുന്നതിന് ആർക്കും വേണ്ട. ശരിയാണ്. എന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ ശരിക്ക് അനുകൂലവും തെറ്റിന് ചെയ്തതാന്ന് പറയും. അങ്ങനെ പറച്ചില് മാത്രമാണ്. അതാണ് യാഥാർത്ഥ്യത്തിൽ എത്തുമ്പോ ഒന്നുമില്ല. ഈ കൊലപാതകം എന്നൊക്കെ പറയുന്ന സംഭവത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് വിയോജിക്കേണ്ട ഒരു അവസ്ഥയല്ലേ? സത്യം. മനുഷ്യനെ ആലോചിച്ച് നോക്കൂ, തിന്നാനല്ലാതെ കൊല്ലുന്ന ഏക ജന്തുവിന്റെ പേര് മനുഷ്യനാണ്. ബാക്കി എല്ലാ ജീവികളും തിന്നാൻ വേണ്ടി കൊല്ലുന്നതാ. നമ്മള് തിന്നാൻ വേണ്ടിയിട്ടല്ല കൊല്ലുന്നത്, അല്ലേ? നമ്മള് തിന്നാൻ വേണ്ടിയിട്ടല്ല കൊല്ലുന്നത്. തിന്നാൻ വേണ്ടിയില്ലാതെ കൊല്ലുന്ന ഏക ജന്തുവിന്റെ പേരാ മനുഷ്യൻ. നല്ലൊരു നാടകത്തിന്റെ ഭാഗമായിട്ട് ഞാൻ റംസാത്തിലേക്ക് വന്നു പോയതാണ്. അപ്പൊ അത് മനസ്സിലാക്കണം, അതാണ് എന്റെ വിഷയം. ശരിയാണ്. എന്നാൽ എല്ലാ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ആവശ്യത്തിനല്ല, അല്ലേ? അതാണ് അതിന്റെ ഒരു വിഷയം. ഈ ഒരു 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 എന്നാലും നമ്മുടെ നാട് സുന്ദരമാണ്. മറ്റ് നാട്ടിനേക്കാളും അപേക്ഷിച്ച് ജീവിത നിലവാരം ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്ന ആളാണ്. ഉത്തരേന്ത്യയില് എല്ലാ സ്ഥലത്തും യാത്ര ഭയങ്കര ഇഷ്ടമുണ്ട്. പോയാ അവിടത്തേക്കാളും ജീവിത നിലവാരമൊക്കെ നമ്മൾ ഒരുപാട് മാറ്റമുണ്ട്. അതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസിന്റെ, ഞാൻ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ കോൺഗ്രസ് അല്ല കേട്ടോ, കോൺഗ്രസ് അടക്കയില്ല. അതുണ്ട് എന്റെ മനസ്സിൽ. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കേളപ്പജി അടക്കമുള്ള, ഒരു കാലത്തുള്ള കേളപ്പജി അടക്കമുള്ള, അല്ലേ, പൊയ്യാരത്ത് ശങ്കരൻ അടക്കമുള്ള, EMS അടക്കം കോൺഗ്രസ്സുകാരനായ ഒരു കാലഘട്ടം തൊട്ട് കോൺഗ്രസിന്റെ ഒരു
അതടക്കം ഇടതുപക്ഷത്തിലേക്കാണ് ഞാൻ കാണുന്നത്, മനസ്സിലേക്ക്. ഇവിടെ പ്രതിപക്ഷ നേതാവും ഭരണപക്ഷവും നേതാക്കന്മാർ കൂടുതലും മണികൾ കുറഞ്ഞായതുകൊണ്ട് പിന്നെ ഒന്നിക്കാത്തല്ലേ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്? ഉത്തരേന്ത്യയിൽ ഒന്നിക്കുക, ഇവിടെ എതിർക്കുക. എന്താ എനിക്കെന്നെ. അപ്പം ഇവര് പറയും അത് മുഖ്യധാര, മിനിമം പരിപാടി. എന്ത് മിനിമം പരിപാടി? അങ്ങനെ ഉണ്ട് അധികാരം. അല്ല, ഇത് ചിലപ്പോ എനിക്ക് വിവരമില്ലാത്തോണ്ടായിരിക്കാം അത്. അല്ല, ചില സ്ഥലങ്ങളിൽ അധികാരമോ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏത് ചിലവിടെ സാധാരണക്കാരൻ അങ്ങനെയാവും. ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് ഒരു സാധാരണക്കാരനാണ്. ഒരു 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 ഇന്ത്യ ഏറ്റവും കൂടുതൽ വിപത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് മിനിമം പരിപാടിന്റെ പേരിൽ അങ്ങ് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, അല്ലെ? ഞാൻ പറഞ്ഞ ഒരു പൊളിറ്റിക്സാ പറയുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്, പക്ഷെ പല ആൾക്കാരും പറയാൻ മടിക്കുന്നതാണ്. അതെ, അത് ഏതും ആവാം. കലാകാരന് ഒരിക്കലും ഒഴിവ് സമയങ്ങൾ ഉണ്ടാകാറില്ല. കുടുംബത്തോടൊപ്പം കിട്ടുന്ന സമയങ്ങൾ അല്ലെ, ആ സമയത്ത് കൃഷി കൂടി പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉണ്ട് ഒരു സന്തോഷം. കാരണം ഞാനൊക്കെ ഒരു കാർഷിക കുടുംബത്തിലാണ് ജീവിച്ചത്. ഈ കുട്ടിക്കാലത്ത് തന്നെ ഒരു 19 ആള് നെല്ല് കൊയ്യാൻ ഞങ്ങളുടെ നാട്ടില്, ഞാൻ വടകരയാണ്, അപ്പൊ നെല്ല് മൂര് എന്താ പറയുക, ഞങ്ങള് നെല്ലൊക്കെ മൂരുന്ന് രാവിലെ അവര് അട്ടിക്കായിട്ട് തലയിൽ എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് അല്ലേ, അതിന് പിറ്റേന്ന് കുറച്ച് മഴ പെയ്യുമ്പം അതിന്റെ തല്ലി എടുത്ത്, പിന്നെ ഇടിയും മഴയൊക്കെ ഉള്ള കർക്കിടക രാത്രികളിൽ ചൂട്ടും കത്തിച്ച് ഒരു വടിവാളുമായിട്ട് കൊല്ലാനല്ല കേട്ടോ, അല്ല ഈ മീനിനെ പിടിക്കാൻ പോക്ക. ഒരു ശരിക്കും ഗ്രാമീണ ഭംഗിയുടെ വില്യാപ്പള്ളി എന്നുള്ള സ്ഥലത്താണ് ഞാൻ. പച്ചമുളക് മറ്റത് തിരിച്ചെല്ലാം കൃഷി ചെയ്യാം അവിടെ ഉണ്ടല്ലേ. എല്ലാം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തെ. ആ ഒരു ഓർമ്മ ഉണ്ട്. അമ്മയും ഇപ്പം മാത്രമല്ല, എന്തെങ്കിലും ത്രെഡൊക്കെ മനസ്സിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അതും മനസ്സിലിട്ടിട്ട് ഇതിനിങ്ങനെ വളമൊക്കെ ചേർത്ത് ഇതിനോടൊപ്പം ചിന്തകൾ കുറച്ച് മാറ്റം ചെയ്യാം അല്ലേ. അതെ അതെ അതെ. കുടുംബത്തിന് സപ്പോർട്ടല്ലേ നമ്മുടെ ഇതിന്റെ വിജയം? കുടുംബത്തൊന്ന് പരിചയപ്പെടുത്താം. പിന്നെന്താ, തീർച്ചയായും. ഭാര്യ ബിന്ദു വീട്ടമ്മയാണ്. അവള് ഒരു വീട്ടമ്മ. എനിക്ക് ഞങ്ങൾക്ക് 3 മക്കള്. അവളെ 4ാമത്തെ മകൻ ഞാനാ. അത് ശരി, അത്രയും കെയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാല്, അല്ല ഈ വഴക്കായാലും മറ്റേതായാലും ഈ വീട് എടുത്തായാലും മകളെ കല്യാണം ഇതെല്ലാം കിട്ടുന്ന കാശ് അവളെ കയ്യിൽ എത്തിക്കുക എന്നല്ലാതെ ബാക്കിയെല്ലാം അവള് തന്നെ ചെയ്യുന്നത്. കുട്ടികളെ ചില ആള് എനിക്ക് ചിലപ്പോ അസൂയ തോന്നും, മക്കളൊക്കെ അവളെ വിളിക്കുക. അങ്ങനല്ല, അല്ല പരിഗണന വേണം. അതെന്നുവെച്ചാല് എല്ലാ കാര്യങ്ങളും അവളെ ഉത്തരം കൊടുക്കും. ഞാൻ അമ്മയോട് ചോദിക്കുന്നു പറഞ്ഞു. അതാണ് വിഷയം. എന്റോട് ചോദിച്ചാൽ തന്നെ ഞാൻ അമ്മയോട് ചോദിക്കാൻ പറയും. അതാണ് വിഷയം. 3 മക്കള്. മൂത്തോള് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അവളെ കല്യാണം കഴിഞ്ഞു. തമിഴ്നാട്ടില് ബാംഗ്ലൂർ ടൈറ്റാനിലായിരുന്നു. ഇളയവൻ ആദിത്യൻ നാടക പ്രവർത്തനമൊക്കെ ഉണ്ട്. ഇപ്പം ശ്രീകണ്ഠപുരം കോളേജിലെ ചെയർമാനാണ്. ഇളയവള് പിന്നെ ബ്രണ്ണൻ കോളേജിൽ ഫിലോസഫി ഫൈനൽ ഇയർ ആണ്, BA. ശിവഗാമി. അവള് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം കോളേജിലും ബെസ്റ്റ് ആക്ടറും നാടക പ്രവർത്തനവും ഒക്കെ ആയിട്ട് അവളും എല്ലാവരും മൂത്തവളും എഴുത്തിലൊക്കെ. പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ കടവും ബാങ്കും അല്ലാണ്ട് കലാപ്രവർത്തനം. ഈ വേദികളിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം സ്കൂൾ പഠിക്കുന്നിടത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ അഭിനയിച്ചതൊക്കെ ചില സമയത്ത് നാടകം ബുക്ക് ചെയ്ത ചില ആൾക്കാർക്ക് അസുഖങ്ങളൊക്കെ വരും, പകരക്കാരനായിട്ട്. അപ്പം അന്ന് തന്നെ പോയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പോയി അഭിനയിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയമാണ്. ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല നാടകൃത്തായിരിക്കില്ല, നല്ല സംവിധായകനായിരിക്കില്ല, ചിലപ്പോൾ നല്ല ഗാനരചയിതാവായിരിക്കും. പക്ഷെ എനിക്ക് എന്നോടുള്ള വിശ്വാസം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള നടനെയാണ്. എനിക്ക് ആ നടനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇതൊക്കെ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ഡയറക്ട് ചെയ്ത നാടകങ്ങളിൽ 13 പേർക്കോളം സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. ശിവജി ഗുരുവായൂർ, ചെമ്പിൽ അശോകൻ, ഉഷാ ചന്ദ്രബാബു, KPSC ബിയാട്രിസ് തുടങ്ങിയുള്ള അവർക്കും വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് അപ്പം ആക്ടിങ്ങിൽ ഞാനൊന്ന് ഇടപെടല്ല. അവരെല്ലാം ചെയ്യുന്നത് അവരെ കഴിവുണ്ടാണെങ്കിൽ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യും. അതിന് എനിക്ക് അഭിനയം വലിയ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു കണക്കിൽ AAA ആണ് നാടകം. ഓതർ ആക്ടർ ആൻഡ് ഓഡിയൻസ് എന്ന് പറയും അല്ലേ. നാടകം AAA ആണ്.
എഴുതുന്നവനും കളിക്കുന്നവനും കാണുന്നവനും. അപ്പൊ അതാണ് എൻ്റെ ഒരു തിയറി. അത് ശരിയാവുന്നില്ല, വിയോജിപ്പുള്ളവരുണ്ട്. സിനിമയിലേക്കുള്ള കടന്നുകയറ്റം, സിനിമ ഞാൻ ഒരുപാട് മദ്രാസിലൊക്കെ പോയി ചന്ദ്രകുമാറിൻ്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു, അല്ല ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ എഴുത്താണ് പ്രധാനം. എന്നെ പിടിച്ചിട്ട് റൂമിലാക്കിയിട്ട് എഴുതണം പറഞ്ഞു. അപ്പൊ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയത് ക്യാമറ ചെയ്യാനോ അല്ല സംവിധാനം ചെയ്യാനോ അല്ല, തിരക്കഥ എഴുതാനാണ്. ഒരു തിരക്കഥക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഉണ്ട്, ക്യാമറയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോലെ തന്നെ തിരക്കഥക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ചില സ്ക്രീൻ പ്ലേ നമ്മളെ കൈ കിട്ടിയാൽ അങ്ങനത്തെ ഡയലോഗ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഡയലോഗ് അങ്ങോട്ട് എടുത്തിട്ടൊക്കെ സംവിധാനം ചെയ്യേണ്ടി വരുന്നത്. അത് ഇല്ലാതെ കൊണ്ടുപോകാൻ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴ് സിനിമ മനതിൽ എന്നുള്ള തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്, ചന്ദ്രജയിൽ എന്നുള്ള തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്, അനിൽ എന്ന് പറഞ്ഞ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മഴമേഘപ്രാവുകൾ എന്ന് പറഞ്ഞ പണ്ട് ഒരുപാടായി. പിന്നെ നാടകമായി, ജീവിതമായി നാടകമായി, നടത്തുള്ള പ്രണയമായി, അങ്ങനെ അങ്ങനെ അതിനകത്തങ്ങ് പോയി. ഇപ്പം പുതുതായിട്ടൊരു വലിയ സിനിമ എൻ്റെ ഒരു പണിപ്പുരയിലുള്ളത്. അതിന്റെ പേരൊന്നും പറയണ്ട, ഇല്ല, ഞങ്ങൾ മനസ്സിലേക്ക് വന്നു. അതെ, വലിയ സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കൊരു അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്കാം. എന്തായാലും ആ സിനിമ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ടാണ് ഇവരുടെയൊക്കെ വളർച്ച അല്ലെങ്കിൽ വിജയം. അഭിപ്രായങ്ങളും തുറന്നു പറയാം. ഇഷ്ടംപോലെ മനസ്സിലുണ്ട് പറയാനുള്ളത്. ഇനിയും അത് പല നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ സിനിമയിലൂടെയൊക്കെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ കാണാൻ കഴിഞ്ഞാൽ തന്നെ അതിയായി സന്തോഷിക്കുന്നു. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അധികം എന്തെങ്കിലും പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ, കാരണം ഇല്ല, അധികമായിട്ടൊന്നും എവിടെയും പോയിട്ടില്ല. പിന്നെ പറയാനുള്ളതൊക്കെ ഇങ്ങനെ വരട്ടെ, കേൾക്കാനുള്ളവർ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ പറയുന്നവർ വായടച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ കേട്ടല്ലോ, ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഇനിയും വരും, പുതിയ സിനിമയുടെ പണിപ്പുരയിലേക്ക് ഞാൻ കടന്നു പോകും. ആ സമയത്ത് ഞാൻ എന്തായാലും കുറെ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താം. അതുവരെ മറ്റൊരു അതിഥിയായി വരുന്നത് വരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുകയാണ്. ബൈ.